ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി മലയാളി ഹാജിമാരെല്ലാം മിനായിൽ നിന്ന് തിരിച്ചെത്തി മക്കയിലെ അസിസിയയിലേക്കാണ് തീർത്ഥാടകരെത്തുന്നത്. ഇവിടെ നിന്ന് വിടവാങ്ങൽ തുവാഫിനും മദീന സന്ദർശനത്തിനുമായി നീങ്ങും. മക്കയിൽ നിന്ന് സാബിത് സലീമിന്റെ റിപ്പോർട്ട്. 6 ദിവസത്തെ ഹജ്ജ് ദിനങ്ങൾക്കൊടുവിൽ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി അസിസിയ താമസ സ്ഥലത്ത് എത്തിയ ഹാജിമാരാണ് എന്നോടൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ഹജ്ജൊക്കെ? അൽഹംദുലില്ലാഹ്, വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. വളരെ സുഖമായിട്ട് എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞു. ഞങ്ങൾ റാഹത്തായ റൂമിലെത്തി. പിന്നെ കുറച്ച് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട്, ഹജ്ജിൻ്റെ ഭാഗമായിട്ടുള്ള പ്രയാസങ്ങൾ. അല്ലാത്ത വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ സൗകര്യങ്ങളായിരുന്നു. അൽഹംദുലില്ലാഹ്. എങ്ങനെയാണ് യാത്രയൊക്കെ? എങ്ങനെയായിരുന്നു? യാത്ര ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. യാത്ര മെട്രോക്ക് ഞങ്ങൾക്ക് മെയിനായ മുസ്തലിഫിൽ നിന്ന് മെട്രോയ്ക്ക് പോരാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നു. അത് കുറച്ച് വരി നിൽക്കേണ്ടി വന്നു. അല്ലാത്ത കാര്യങ്ങൾക്കൊന്നും എവിടെയും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അത് നമ്മളതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, അല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അൽഹംദുലില്ലാഹ്. ഭക്ഷണവും കാര്യങ്ങളും വെള്ളങ്ങളും എല്ലാം ഇഷ്ടംപോലെ ഞങ്ങൾക്ക് ഹാജിമാർക്ക് എല്ലാവർക്കും സുഖമായിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുകയാണ് ഇനിയിപ്പോൾ? അപ്പോൾ എങ്ങനെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് മിനയിൽ നിന്ന് മടങ്ങുമ്പോൾ എന്തായിരുന്നു തോന്നിയത് മനസ്സിൽ? വല്ലാതെ വിഷമം തോന്നി. കാരണം കുറച്ച് ദിവസങ്ങളിലാണെങ്കിലും മിനയോട് വല്ലാതെ കടപ്പെട്ടിരിക്കുകയായിരുന്നു. അത്രത്തോളം ആത്മീയമായ ബന്ധം ഉള്ള ഒരു സ്ഥലമാണ് മിന. അവിടുന്ന് പോരുമ്പോൾ കൽബട വെച്ച് നമ്മുടെ ശരീരമായിട്ട് പോരുന്ന ആ രൂപത്തിലായിരുന്നു. വല്ലാതെ നമ്മൾ സങ്കടം തോന്നുന്ന രൂപത്തിലാണ് എല്ലാവരും അവിടുന്ന് മിന വിട്ടു പോകുന്നത്. ഹജ്ജിൻ്റെ എല്ലാ കർമ്മങ്ങളും വളരെയധികം റാഹത്തായിട്ട് ചെയ്യാൻ പറ്റി. മുൻകാലത്തെ അപേക്ഷിച്ച് ഈ വർഷത്തെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ വല്ലാതെ മനുഷ്യനെ ഒരു സന്തോഷം വരുന്ന ഇതാണ്. അത്രത്തോളം സൗദി ഗവൺമെൻറ് വല്ലാതെ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് വല്ലാതെ സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പോൾ ഹജ്ജ് കഴിഞ്ഞ് ഇനി എന്തൊക്കെയാണ് കർമ്മങ്ങളിൽ? മദീന സന്ദർശനമൊക്കെ അല്ലേ? അതെ, അതിൽ മദീനത്തെ ആ ദിവസങ്ങൾ ഫുള്ള് ചിലവഴിക്കുക, റസൂലുള്ളാഹിൻ്റെ അടുത്ത് കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് ഉദ്ദേശങ്ങൾ. പിന്നെ പുതിയൊരു ജീവിതം തന്നെ കിട്ടിയ മാതിരിയാണ് നമ്മൾ അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഒരു പുതിയ ജീവിതമായിട്ടാണ് പോകുന്നത്. എങ്ങനെയായിരിക്കും ഇനിയുള്ള ജീവിതമൊക്കെ? കൃത്യമായി നമ്മൾ മുമ്പ് കഴിഞ്ഞിരുന്ന മാതിരി അല്ലാത്ത രീതിയിൽ നമ്മൾ കുറച്ച് ചിട്ടയോടും കുറച്ച് ദീനീപരമായിട്ട് കുറച്ച് സൂക്ഷ്മതയോടൊക്കെ കൂടുതൽ ജീവിക്കണം എന്നുള്ള ഒരു താല്പര്യം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഈ ഗവൺമെൻറ്റിനെ ഒരിക്കലും ഈ ഗവൺമെൻറ്റിൻ്റെ സേവനം ഭയങ്കരമാണ്. ഓരോ മേഖലയിലും അത്രയും വളണ്ടിയേഴ്സിനെയും ഫോഴ്സിനെയും ഒക്കെ നിർത്തി കൃത്യമായി പ്രയാസങ്ങളില്ലാതെ ഓരോ ഹാജിമാരും ഹജ്ജ് ചെയ്യിപ്പിക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ അൽഹംദുലില്ലാഹ്. വളരെ സന്തോഷമുണ്ട്. ഇത്തരത്തിൽ ഹാജിമാർ ഇനി മദീന സന്ദർശനത്തിന് വരുന്ന ദിവസങ്ങൾ പുറപ്പെടും. മക്കയിൽ നിന്നും സാബിത് സലീം, മീഡിയ 1.